ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഇപ്പോഴും ഒരുപാട് സഹനങ്ങളാണോ? ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഇപ്പോഴും ഒരുപാട് സഹനങ്ങളാണെങ്കിൽ ദൈവം നിങ്ങളെ തന്റെ മഹത്വത്തിന്റെ അഭിഷേകത്തിൽ നിറയ്ക്കുന്നതിനും വലിയ പദ്ധതിക്കും അനുഗ്രഹത്തിനും ദൈവത്തിന്റെ ചില പ്രത്യേക നിയോഗങ്ങൾക്കുമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഒരു പ്രത്യേക നിലവാരത്തിൽ, അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ ഒരു മഹത്വത്തിന്റെ ഡിസ്പ്ലേ നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് നാം അറിയുന്നു. അതായത് ഇന്ന് കഷ്ടതയാണ്, ഒരുപാട് സഹനങ്ങളാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നില്ല, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു, ചില കാര്യങ്ങൾ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച് മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു. ക്രൂശിക്കപ്പെടുന്നത് പോലത്തെ അനുഭവങ്ങൾ ഓർത്തോ, എഴുതിയിട്ടോ. ദൈവത്തെ വചനം പറയുക, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, അതായത് ഇന്ന് കടന്നു പോകുന്ന ഈ സഹനങ്ങൾക്കപ്പുറമായി ഇതിനകത്ത് ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് നീ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്, മഹത്വത്തിന്റെ അഭിഷേകം. ഈ മഹത്വം ഇവിടെയും സ്വർഗത്തിലും നിനക്ക് പ്രശോഭ നൽകുന്ന ഒരു മഹത്വമാണ്. ഭൂമിയിലെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. കാരണം കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പ്രഭയുടെ അഭിഷേകമാണ് നീ ക്യാരി ചെയ്യുന്നത്. ഈ പ്രപഞ്ചം പോലും അനുഗ്രഹിക്കപ്പെടുന്നതും നന്മ കൊണ്ട് നിറയപ്പെടുന്നതും സഹനത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിറക്കുന്ന ഇറങ്ങി നിൽക്കുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ, അത് എന്റെ നേച്ചറിനെ ബ്ലസ് ചെയ്യുന്നുവെന്ന തൊട്ട് താഴെ നമ്മൾ കാണുന്ന ഈ റോമാലേഖനം 8-ാം അധ്യായം സാധിക്കും വായിക്കണേ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിനക്കൊരു പദ്ധതിയുണ്ട്, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടലുകൾക്കും വഴികൾക്കും വാതിലുകൾ തുറക്കുന്നതിന് നീ സാക്ഷിയായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുള്ള ചില വേദനകളുണ്ടല്ലോ, അതിനൊക്കെ മറുപടി നീ മാത്രം അറിയുന്ന തരത്തിൽ പ്രത്യേക നിലവാരത്തിൽ ദൈവത്തിന്റെ ചില വ്യത്യസ്തമായ ഇടപെടലുകൾക്കും നമ്മൾ സാക്ഷികളാകും. ദൈവനാമത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വമുണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.